ഈ വീഡിയോസ് ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എത്ര പാർട്ട് പോകുന്ന അറിയില്ല. പക്ഷെ പാർട്ട് വൈസാ ചെയ്യുന്നത്. എന്താണെന്നറിയാ, ഇന്നലെ രാത്രി ഞാൻ ലേറ്റ് നൈറ്റ് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭീകര രൂപവും ഒരു ഭ്രാന്ത് ഇളകിയ ഒരു സ്ത്രീനെ കണ്ടു. അത് വേറെ ആരുമല്ല, വടവിധവ. അതിന് എന്താ അത് കീമോന്റെ സൈഡ് എഫക്റ്റ് ആണോ, ഇനി എന്താ ഗിൽറ്റി എന്ന് വെച്ചാൽ സത്യാവസ്ഥ പുറത്തിറങ്ങുമ്പോ അവൾക്ക് എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അവൾക്ക് ഏത് രോഗം ഉണ്ടെന്നാ പറയുന്നത്. ഇവൾക്കെല്ലാം പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ആ നേരം കൊണ്ട് ആ ക്യാൻസർ ഹോസ്പിറ്റൽസിലുള്ള ഇന്നസെന്റ് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനത്തെ ജന്തുക്കൾക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പുണ്യം കിട്ടൂല. ബിക്കോസ് ഇങ്ങനത്തെ ഇതെല്ലാം ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആക്കി മാറ്റും ഇറ്റിങ്ങളെല്ലാം. അതിന്റെ ആ ഒരു രൂപവും അതിന്റെ ആ അലർച്ചയെല്ലാം കാണായിരുന്നു. യൂട്യൂബേഴ്സിനെയാണ് പറയുന്നത്. ഇന്നലെ ഷബീന ബീബി ഒരു വോയിസ് മെസ്സേജ് ഇട്ടല്ലോ, ചാനലിലെ ഇന്റർവ്യൂ പെയ്ഡ് ആണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് വന്നതെന്ന്. അതിനവൾക്ക് ചൊറിച്ചല്. നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഗ്നോർ ചെയ്യാലോ. നിങ്ങൾക്ക് എന്തിനാ അത് ഇങ്ങനെ എടുത്തെടുത്തിടേണ്ട ആവശ്യം? നീ ആരെയാണ് സമർപ്പിച്ചു കൊടുക്കുന്നത്? നീ സ്വയം തെണ്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിന്റെ ആ ഇതിന്റെ അടിയിൽ ഞാൻ ഒരിക്കലും ഒരാളെ കമന്റ്സ് വായിക്കൂല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മലയാളം വായിക്കാൻ അറിയില്ല. എന്നിട്ട് ഞാൻ ട്രാൻസ്ലേഷൻ ഇട്ട് നോക്കിയപ്പോ എന്താ പറയാ ഒരു 50 മെസ്സേജസില് 1 or 2 മാത്രമേ നിനക്ക് പോസിറ്റീവ് ഉള്ളൂ. ബാക്കി എല്ലാം നെഗറ്റീവ്. നിന്റെ സ്വന്തം ചാനലിലാണ് ആ ഒരു ഗതി. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് എന്താണുള്ളത്? നീ ഇന്നും ശാപം കെട്ടി നടക്കുക. നിന്റെ അലർച്ച കാണാം. ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ ഈ നാണമില്ലാത്ത നാശം ചേട്ടൻ വിറ്റ കഥ അടക്കം പുറത്തു വിട്ടത്. അല്ല, ഇവൻ ഇങ്ങനെ തമ്മനയിൽ ഇട്ടിട്ട് ഇവൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്നോട് ആങ്കർ ചോദിക്കുമ്പോ നീ എന്താ പറയേണ്ടത്? നീ ഒരു ഉളുപ്പുള്ള തള്ളയെങ്കിൽ തള്ളപൂട് ഉളുപ്പുള്ള ഒരു പെണ്ണെങ്കിൽ നീ എന്ത് പറയണം? എന്ത് തോന്നിയാസം നീ ചോദിക്കുന്നു? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കണ്ട. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫേമോ പൈസയോ വേണ്ടാന്ന് പറയണമായിരുന്നു. നീ ഒരു ശരിക്കുള്ള സ്ത്രീയെങ്കിൽ അവിടെ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ കാണിക്കുന്ന ഈ ദേഷ്യം ഇല്ലെങ്കിൽ കാണിക്കണമായിരുന്നു അന്ന്. അതിന്റെ ബദൽ നീ എന്താ എന്ന് കഴുത വിളിക്കുന്ന പോലെ വിളിച്ചു കാണിച്ചെടുത്ത് അതിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലാന്ന്. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം തുടങ്ങിയത്? സത്യാവസ്ഥ പുറത്തു വന്നപ്പോ എന്ത് സത്യാവസ്ഥ? നീ പൈസക്ക് വേണ്ടിയിട്ടാണ് നീ ഇന്റർവ്യൂ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ ഘോഷിക്കുന്നുണ്ട്, എനക്ക് ചികിത്സക്ക് പൈസ വേണം, ഞാൻ ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. നീ പൈസക്ക് വേണ്ടി നീയും നിന്റെ കുടുംബം തൊണ്ടി നിരങ്ങുന്നുള്ളത് പ്രൂവ്ഡ് ആണ്. അതിനുള്ള സാക്ഷികൾ ഇന്നും കിട്ടുന്നുണ്ടല്ലോ.